ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കാനും അവിടത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനുമായി പുതിയ സംവിധാനം രൂപീകരിച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി എന്ന പേരിലാണ് പുതിയ സംവിധാനം ആരംഭിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ PGSA എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന എല്ലാ പ്രധാന സംഭവങ്ങളും സുരക്ഷാ വിവരങ്ങളും ഇനി മുതൽ ഈ പുതിയ അതോറിറ്റി അറിയിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് സുരക്ഷാ സമിതി ഈ വിവരം പുറത്തുവിട്ടത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവിക വിഭാഗവും ഇതേ വിവരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ഥിരീകരിച്ചു. എന്നാൽ പുതിയ അതോറിറ്റിയുടെ കൃത്യമായ അധികാരങ്ങളും പ്രവർത്തന രീതികളും ഇതുവരെ പൂർണ്ണമായി വ്യക്തമാക്കിയിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിന് മേൽ കൂടുതൽ നിയന്ത്രണം ഉറപ്പാക്കാനാണ് ഈ പുതിയ സംവിധാനമെന്നാണ് വിലയിരുത്തൽ. ഇറാനിയൻ മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കടലിടുക്കിലെ കാര്യങ്ങളിൽ തങ്ങളുടെ പരമാധികാരം ശക്തമായി പ്രകടിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതയിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ വലിയൊരു ഭാഗം ഈ വഴിയാണ് വിവിധ രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. ആഗോള എണ്ണ ഗതാഗതത്തിന്റെ ഏകദേശം 1/5 ഹോർമൂസ് വഴിയാണ് നടക്കുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏത് പ്രശ്നവും ലോക സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഹോർമൂസ് കടലിടുക്ക് ലോക ശ്രദ്ധാ കേന്ദ്രമായിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചത്. ഇതോടെ മേഖലയിലെ സംഘർഷം വളരെ ശക്തമായി. ലോകമെമ്പാടുമുള്ള എണ്ണ വിപണിയിലും അതിന്റെ പ്രതിഫലനം കണ്ടു. കടലിടുക്ക് അടച്ചതോടെ ഇന്ധനവില കുത്തനെ ഉയർന്നു. പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്ക് ഹോർമൂസ് വളരെ പ്രധാനപ്പെട്ട വഴിയാണ്. പിന്നീട് ഏപ്രിൽ 8-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും പൂർണ്ണമായ സമാധാനം ഇനിയും നിലവിൽ വന്നിട്ടില്ല. ഹോർമൂസ് മേഖലയിലെ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. അമേരിക്കൻ നാവികസേന ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന ചില കപ്പലുകൾ തടയുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ മേഖലയിലെ സുരക്ഷാ സാഹചര്യം ഇപ്പോഴും വളരെ സംഘർഷപൂർവ്വമാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ പുതിയ അതോറിറ്റി രൂപീകരിച്ചത്. കടലിടുക്കിലെ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കാനാണ് രാജ്യം ശ്രമിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളും തുടരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ സമാധാന പദ്ധതി അമേരിക്ക അടുത്തിടെ ഇറാന് മുന്നിൽ വെച്ചിരുന്നു. ഈ നിർദ്ദേശത്തിന് ഇറാൻ തിങ്കളാഴ്ച മറുപടി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനെ മധ്യസ്ഥതയിലൂടെയാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തുന്നത്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പലതവണ സമാധാന നിർദ്ദേശങ്ങളും മറുപടികളും കൈമാറിയിട്ടുണ്ട്. അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ പദ്ധതിയിൽ ചില പ്രധാന നിബന്ധനകളുണ്ട്. ഇറാൻ ഒരു ആണവ നിലയം മാത്രം നിലനിർത്തണമെന്നും ബാക്കിയുള്ളവ അടച്ചുപൂട്ടണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. ഇതിനു പുറമെ ഇറാന്റെ കൈവശമുള്ള 440 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇറാൻ ആണവായുധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയിലാണ് അമേരിക്ക ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇറാൻ ഈ വിഷയങ്ങളിൽ എത്രത്തോളം സമ്മതിക്കുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. രാജ്യത്തിന്റെ സുരക്ഷയും അവകാശങ്ങളും സംരക്ഷിക്കണമെന്നും നിലപാടിലാണ് ഇറാൻ തുടരുന്നത്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തി. സമാധാന കരാറിൽ ഉടൻ എത്തിച്ചേരാനായില്ലെങ്കിൽ ഇറാനിൽ ഒന്നും ബാക്കി വെക്കാതെ തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. UAE-യിലും സൗദി അറേബ്യയിലും നടന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പ്രതികരണം. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകാമെന്നാണ് അമേരിക്കയുടെ സംശയം. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യം ലോകരാജ്യങ്ങൾ വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. യുദ്ധം വീണ്ടും രൂക്ഷമാകുമോ എന്ന ഭയമാണ് പലർക്കുമുള്ളത്. പ്രത്യേകിച്ച് എണ്ണവിലയും അന്താരാഷ്ട്ര വ്യാപാരവും വലിയ രീതിയിൽ ബാധിക്കപ്പെടുമെന്ന ആശങ്കയുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണമായും അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ആഘാതം ലോകമെമ്പാടും അനുഭവപ്പെടും. അതേസമയം യുദ്ധം ഒഴിവാക്കി സമാധാനപരമായ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെന്നാണ് ലോകരാജ്യങ്ങളുടെ ആഗ്രഹം. പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ചർച്ചകൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ വിജയിക്കുമോ എന്ന എല്ലാവരും ഉറ്റുനോക്കുകയാണ്. പുതിയ സമാധാന നിർദ്ദേശങ്ങളും നയതന്ത്ര ഇടപെടലുകളും യുദ്ധം ഒഴിവാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ മറുവശത്ത് സൈനിക ഭീഷണികളും സുരക്ഷാ പ്രശ്നങ്ങളും തുടരുന്നതിനാൽ മിഡിൽ ഈസ്റ്റിലെ അവസ്ഥ ഇപ്പോഴും അതീവ ശ്രദ്ധ ആവശ്യമായ ഘട്ടത്തിലൂടെയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.